ധന്യ, ഈ ന്യൂസ് ചാനലിന്റെ റേറ്റിംഗ്, ബാർക്ക് റേറ്റിംഗ് എല്ലാത്തവണ വലിയ കോമഡിയാണ്. പക്ഷെ ഇത്തവണയും അതിൽ നമുക്ക് പ്രവചനങ്ങളൊക്കെ അസ്ഥാനത്താക്കി. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത് മുതലാക്കി റിപ്പോർട്ടർ 1-ാം സ്ഥാനത്തേക്ക് വരും എന്നാണ് കരുതിയത്. പക്ഷേ എന്നിട്ടും അവർക്ക് രക്ഷയുണ്ടായില്ല. ഏഷ്യാനെറ്റ് അവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് അത് എപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ ഒരു ട്രേഡ് മാർക്കാണ്. അത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഡിബേറ്റബിളാണ്. എന്നാലും ഏഷ്യാനെറ്റ് താരതമ്യേന ഭേദമെന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നിർണായക ഘട്ടത്തിൽ അവർ 1-ാം സ്ഥാനം നിലനിർത്തി എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അതെ, ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഗർഭമൊന്നും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യതയില്ല. ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കഥകൾക്കൊന്നും പ്രേക്ഷകരുടെ ഇടയിൽ വലിയ മൂല്യമില്ല എന്ന് ഇത്തവണത്തെ, കാരണം റിപ്പോർട്ടർ ചാനൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നു ഡിബേറ്റ്, പിന്നെ വോയിസ് ക്ലിപ്പുകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ, പ്രതിഷേധം, ഇതൊക്കെ നിരന്തരം ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അല്ലാതെ ഉള്ള പിന്നെ ഡിബേറ്റ്, ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമായിരുന്നു ചർച്ച. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇവർ തന്നെ ആയിരിക്കും നമ്പർ 1, ഇവരെ കവച്ചു വെക്കാൻ മറ്റാരുമില്ല. കാരണം ഈ VS അച്യുതാനന്ദൻ മരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ 200 പോയിന്റിന് അടുപ്പിച്ച് റേറ്റിംഗിൽ 1-ാമത് വന്നത് റിപ്പോർട്ടറാണ്. അപ്പോൾ അത്രയും നേട്ടം ആ സമയത്ത് റിപ്പോർട്ടറിന് കൊയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ ഗർഭം കലക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് റിപ്പോർട്ടർ അതിൽ കൂടുതൽ മേൽക്കൈ നേടുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇതൊക്കെ കാരണം ഈ പരാതിക്കാരില്ലാത്ത ഒരു വ്യാജ ഗർഭം, ആർക്കാണ് ഗർഭം, ആരുടെയാണ് ഗർഭം, ഇതൊന്നും അറിയില്ല. പരാതിക്കാരി എവിടെ അറിയില്ല. അങ്ങനെ ഒരാളുണ്ടോ അറിയില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുറത്തു വരാത്തത് അറിയില്ല. ഈ വാർത്ത ബ്രേക്കിംഗ് കൊണ്ടുവരുന്ന ചാനലിനൊരു ഉത്തരവാദിത്വമില്ലേ? അതാരാണ് എന്ന് പുറത്തറിയിക്കേണ്ട. പോലീസിൽ കൊടുത്ത ഒരു കേസിന്റെ പേരിലല്ലേ ഒരു ചാനൽ ഒരാളെ ക്രൂശിക്കേണ്ടത്? അതുപോലും ഇല്ലാതെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം വാർത്തകൾ ഇവർ പടച്ചുവിട്ടത്. ഇപ്പോ അതിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക, അതിൽ നിന്ന് ഇറങ്ങിയ ഒരു മാധ്യമ പ്രവർത്തക തന്നെ ആ ചാനലിനെതിരെ രംഗത്ത് കഴിഞ്ഞ ദിവസം എത്തിയ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചാനലുകളിൽ നടക്കുന്ന, നമ്മൾ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ചാനൽ പിന്നെ അവതാരകന്മാരുടെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും മെസ്സേജുകളും അവരുടെ രീതികളൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എത്രയോ ഭേദമാണ് എന്ന് നമുക്കൊക്കെ തോന്നിപ്പോവും. അത്ര രീതിയിലുള്ള പല അവതാരകരുടെയും ഭർത്താക്കന്മാരിൽ നിന്ന് അടിവാങ്ങിയവർ തന്നെ ഇക്കൂട്ടത്തിലുണ്ട്. രാത്രിയാകുമ്പോൾ പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം വരെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന, ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ മാധ്യമപ്രവർത്തകനുമായി ഫ്ലാറ്റിൽ കൂടുന്നു, സംസാരിക്കുന്നു, തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് ചെയ്യുന്നു, പിന്നെ മാധ്യമപ്രവർത്തകന്റെ ഭാര്യ വന്ന് മറ്റേ മാധ്യമപ്രവർത്തകരുടെ കാല് പിടിക്കുന്നു, എന്റെ ജീവിതം തകർക്കരുത്. അങ്ങനെ ഒരുപാട് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ ഇതിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 വർഷം ഓടിച്ചാലും ഓടാത്ത ബ്രേക്കിംഗ് ന്യൂസുകൾ ഇതിന്റെ അകത്തുള്ളവരാണ് ഈ മറ്റൊരാളിന്റെ ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വാർത്ത ഉണ്ടാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഏഷ്യാനെറ്റ് 33-ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് 806 പോയിന്റ്, അതായത് ഏഷ്യാനെറ്റ് പ്ലസ് ആണത്, 806 പോയിന്റ് നേടി. 177 പോയിന്റോടുകൂടി ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ 146 പോയിന്റ്, 156 പോയിന്റ്, സി കേരള 147 പോയിന്റ്. ഇതാണ് പ്രോഗ്രാം ചാനലുകളുടെ ഒരു റേറ്റിംഗ്. ഇനി ന്യൂസ് ചാനലുകളുടെ അടുത്ത് പോയാൽ 87 പോയിന്റോടുകൂടി ഏഷ്യാനെറ്റ് മുന്നിൽ നിൽക്കുകയാണ്. റിപ്പോർട്ടറിന് 74 പോയിന്റ്, 61 പോയിന്റോടെ 24 ന്യൂസ് 3-ാം സ്ഥാനത്താണ്. മാതൃഭൂമിക്ക് 39, മനോരമയ്ക്ക് 31, ന്യൂസ് മലയാളത്തിന് 30. പിന്നെ താഴോട്ടാണ്. ഇപ്പൊ ജനൻ TV റേറ്റിംഗിൽ നിന്ന് പുറത്തുപോയി. അവർക്കിത് വേണ്ട, ഇത് സത്യസന്ധമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തുപോയി. അപ്പോൾ ആളുകളെ എപ്പോഴും പിടിച്ചിരുന്ന, എത്രയൊക്കെ ചാനലുകൾ വന്നാൽ ഇപ്പോഴും പഴയ ആളുകൾ പറയുന്ന കേൾക്കാം, ഏഷ്യാനെറ്റ് വെക്ക്, കാര്യം എന്താണെന്ന് സത്യം നമുക്ക് അതിൽ നിന്നറിയാം. ഇപ്പോൾ പ്രേംലയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് ഡിബേറ്റബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പോഴും അവർ കീപ്പ് ചെയ്തു പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മളിപ്പോഴും സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ഏഷ്യാനെറ്റ് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും ഉള്ള മലയാളികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പല വാർത്തകൾ വന്നാലും ഏഷ്യാനെറ്റിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം കുറെ ആളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വസിക്കാം, നിങ്ങളുടെ ഗർഭം മലയാളികൾ ഏറ്റെടുത്തില്ല. നിങ്ങളുടെ ഗർഭത്തിന് വലിയ എന്താ പറയുക, അത്ര വലിയ ഇതൊന്നും കൊടുക്കാൻ, പിന്നെ മാസ് പ്രകടനമൊന്നും കൊടുക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടറിന്. എന്താണ് പറയാനുള്ളത് പ്രേമലയുടെ? ഒരുപാട് വർഷം മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിച്ച ആളല്ലേ?
അത് ഈ ചാനൽ ന്യൂസ് റൂമുകളിൽ ഈ പറയുന്നത് പോലെ നേരിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ന്യൂസ് റൂമുകളിൽ നിന്ന് കുടുംബജീവിതം കണ്ടെത്തിയവരുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ഈ വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യം തന്നെയാണ്. അത് ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ആത്യന്തികമായി മനുഷ്യരാണത്. മനുഷ്യ സഹജമായ ബലഹീനതകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ഇത്തരം ഒരു വിഷയങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അതെല്ലാവരും ബോധപൂർവം മറന്നു വെച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം മാന്യന്മാർ, ഞങ്ങൾ പണ്ടേ മാന്യന്മാരാണല്ലോ, നിങ്ങളാണല്ലോ കുഴപ്പക്കാർ എന്ന രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ധന്യ പറഞ്ഞതുപോലെ പല മുതിർന്ന മാധ്യമപ്രവർത്തകരും സ്വന്തം വീട്ടിൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരൊന്ന് തല്ലിയ കഥകളൊക്കെ ഏറിയും കുറഞ്ഞുമൊക്കെ പല സമൂഹ മധ്യത്തിലുള്ള കേസുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കേസിൽ ഒരു പരാതി ഇല്ല എന്നുള്ളത് ആ വാർത്തയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ്. ഈ പരാതിക്കാരി ചാനലിനോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം ചാനലിന് അന്വേഷണം നടത്തി കുറ്റം വിധിച്ച് ശിക്ഷിക്കാനുള്ള അധികാരമോ അല്ലെങ്കിൽ അവകാശമോ അല്ലെങ്കിൽ ചുമതലയോ ഇല്ല. വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ആ വാർത്തയുടെ ആധികാരികത പറയുന്നത് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിലാണ്. ഇത് ചാനലിനോട് പറഞ്ഞു വെച്ചത് പരാതിയല്ല, അതൊരു ആക്ഷേപം മാത്രമാണ്. ഒരു MLA ക്രൂശിക്കണമെങ്കിൽ, ഒരു MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പരാതിക്കാരി ഔദ്യോഗികമായിട്ട് പരാതി വേണ്ടപ്പെട്ട അധികൃതർക്ക് കൊടുക്കണം. കുറഞ്ഞ പക്ഷം ഒരു തുറന്ന കത്തെങ്കിലും എഴുതണം, ഞാൻ ഇന്നയാളാണ് എന്ന അല്ലാണ്ട് ഒരു ചാനലിനോട് ഫോണിലൂടെ അല്ലാതെ പ്രതികരിച്ച് ആ ശബ്ദം പോലും മര്യാദക്ക് കേൾക്കുന്നില്ല, ആരാണ് ഏതാണ് പറയുന്നത് ഒരു തിരിച്ചറിവുമില്ല. അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. എന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ തേജോവധം രാഹുൽ മാങ്കൂട്ടത്തിനപ്പോൾ വ്യക്തിത്വം ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ആരോപണം തെളിയിക്കാത്തിടത്തോളം അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനല്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിത്വം അയാളെ ചോദ്യം ചെയ്യാം. എന്നാൽ പരാതിക്കാരി ഇത് രണ്ടുപേരും ഉഭയസമ്മതപ്രകാരം ചെയ്തൊരു ഇടപാടാണ്. പിന്നീട് രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം ഉണ്ടായപ്പോൾ ഉണ്ടായ പരാതി മാത്രമാണ്. അപ്പോൾ അതിനു മുമ്പ് രണ്ടുപേരും ഈ കാര്യത്തിൽ സമാന കുറ്റക്കാർ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് കുറ്റമാണെങ്കിൽ ഈ പരാതിക്കാരിയും ചെയ്തത് കുറ്റം തന്നെയാണ്. കാരണം വിവാഹബന്ധം നിലനിൽക്കാത്ത സാഹചര്യത്തിൽ ഒരു പ്രണയബന്ധം ഉണ്ടായത് കിടപ്പറയിൽ വരെ എത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി കിടപ്പറയിൽ വരെ എത്തുന്നെങ്കിൽ തന്നെയും ഒരു ഗർഭമുണ്ടാക്കേണ്ട ബുദ്ധിശൂന്യത ആരും കാണിക്കുമെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിലപാടെടുത്ത ആ പരാതിക്കാരിയും ഈ കാര്യത്തിൽ ഒരേ സംഭാവന ചെയ്ത ആൾ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റകൃത്യം എന്താണോ അത് തന്നെയാണ് ഈ പരാതിക്കാരിയും ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റു ചില സാധ്യതകൾ തെളിഞ്ഞപ്പോൾ ഇവരെ ഒഴിവാക്കണം എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് വാർത്തയുടെ അടിസ്ഥാനം. പക്ഷേ പരാതി ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷൻ്റെ അസ്തമനമാണ് ഏഷ്യാനെറ്റിന് ഗുണം ചെയ്തത്. കാര്യം ഈ വാർത്തയുടെ ആധികാരികത എന്നുള്ളത് ജനങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഈ അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ചടുല റിപ്പോർട്ടിംഗ് അതൊക്കെ മലയാളികൾ കണ്ടു തുടങ്ങിയത് ഇന്ത്യ വിഷനിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യ വിഷൻ ശക്തി ക്ഷയിക്കുകയും പിന്നീട് അത് അപ്രസക്തമാവുകയും ചെയ്തപ്പോൾ ആ സ്പേസിലേക്ക് ഏഷ്യാനെറ്റ് കടന്നു വന്നു. അവർ പല വാർത്തകളും മുഖം നോക്കാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് ചില രാഷ്ട്രീയ സ്വഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ അവരും ചില വാർത്തകളൊക്കെ ബോധപൂർവം പടച്ചു വിട്ട അതുമായി ബന്ധപ്പെട്ട് ചാനൽ അധികൃതർക്ക് പോക്സോ കേസ് വരെ അടക്കം വന്ന ഒരു സംഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആരും ഇവിടെ കേമന്മാരല്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ചാനലുകളുടെ കൂട്ടത്തിൽ ഒരുവിധം കൊള്ളാവുന്ന ചാനൽ എന്ന നിലയിൽ ഏഷ്യാനെറ്റ് പരിഗണിക്കപ്പെടുന്നു. അത് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കാടിളക്കി ഉള്ള ഇത് മറ്റേ എന്താ പറയുക ടെക്നിക്കൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി ചില ചാനലുകൾ ചില സംഭവങ്ങളിൽ ഉയർന്നു വരും. പക്ഷേ അവർക്കൊക്കെ അല്പായുസാണ്, വീണ്ടും താഴെ പോകും. ഏഷ്യാനെറ്റ് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കാഴ്ചാശീലമാണ് പ്രശ്നം. നമ്മൾ തുടക്കം മുതലേ ഈ ന്യൂസ് ചാനലുകൾ സ്ഥിരമായിട്ടിരുന്ന് കാണുന്ന ഒരു 40 വയസ്സിന് മുകളിലുള്ളവരാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഫോണിലാണ് കാണുന്നത്. ഇപ്പോൾ TV-യുടെ മുമ്പിൽ ഇരിക്കുന്നവരുടെ ശീലമായിട്ടുണ്ട് ഏഷ്യാനെറ്റ്. ആ ശീലം ഈ രാവിലെ ചായ കുടിക്കുന്നത് പോലെ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കാണുന്നവർ ഇപ്പോഴും ഇരുന്ന് കാണുന്നുണ്ട്. അത് അവർക്ക് വല്ലാണ്ട് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബാർക്ക് റേറ്റിംഗ് ഒക്കെ സൂചിപ്പിക്കുന്നത്.